കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. നമുക്കിന്ന് കുട്ടി ജേണൽ സപ്ലൈസ് ചെയ്തെടുത്താലോ. കൂടെ ഞാൻ ഗീവവേന്റെ ഗിഫ്റ്റും കാണിക്കുന്നുണ്ട്, പിന്നെ ഡേറ്റ് പറയുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യവും പറയുന്നു. ഗീവവേന്റെ റൂൾസ് എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കും. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടേക്കുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിരിക്കും ഞാൻ ഗീവവേ കൊടുക്കുന്നത്. നേരത്തെ കമന്റ് ഇട്ടിട്ട് അങ്ങ് പൊയ്ക്കൂടെ, ഞാൻ നോക്കും നിങ്ങൾ എന്റെ സബ്സ്ക്രൈബർ ആണോ എന്ന്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ചാനലിൽ ഒരുപാട് കുട്ടികൾ ഗീവവേക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അയ്യോ, അതിനർത്ഥം നിങ്ങൾ ഗീവവേക്ക് വേണ്ടിയിട്ട് എന്റെ ചാനലിൽ വന്നു, കമന്റ് ഇട്ടു, വീഡിയോ കണ്ടു, ഷെയർ ചെയ്തു, അങ്ങനെയല്ല. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അർഹിക്കുന്ന ഒരു കുട്ടിക്ക് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് കിട്ടണം. അതിപ്പോൾ ഞാൻ കൊടുക്കുന്നത് ചെറിയ ഗിഫ്റ്റ് ആയാലും വലിയ ഗിഫ്റ്റ് ആയാലും ആ കുട്ടി അർഹിക്കുന്നതാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും. ഈ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ആരാധ്യ വന്ന് പറയുകയാണ് ഗിഫ്റ്റ് ആഗ്രഹിച്ച് മാത്രം വന്നതല്ല എന്ന്. അയാൾക്ക് നല്ല വിഷമായെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും അല്ല, നിങ്ങൾ എൻ്റെ ഗിഫ്റ്റ് ആഗ്രഹിച്ച് മാത്രം വന്നതല്ല. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് വന്നത്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും, കമന്റ് ഇടുന്ന എല്ലാ കുട്ടികൾക്കും വളരെ നന്ദി ഉണ്ടടാ. നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുന്നത് കൊണ്ടും ഷെയർ ചെയ്യുന്നത് കൊണ്ടും വീഡിയോ കാണുന്നത് കൊണ്ടാണ് ഇത്ര എനിക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകുന്നത്. സോ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ തുടങ്ങിയ സമയത്ത് ജേണൽ സപ്ലൈസ് ചെയ്യുമോ ചോദിച്ചിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ആ കമന്റ് കാണാനില്ല. ഡിലീറ്റ് ചെയ്താണോ എന്ന് അറിയത്തില്ല. പിന്നെ ഒരുപാട് കുട്ടികൾ ഹായ് ചോദിച്ചിട്ട് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട്. ഞാൻ കാണുന്ന എല്ലാ കുട്ടികൾക്കും ഹായ് കൊടുക്കുന്നുണ്ട്. ഷോർട്സിൽ ഞാൻ പ്രത്യേകം ഹായ് പറയുന്നു. അഥവാ നിങ്ങളുടെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കമന്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. നമ്മൾ സംസാരിച്ച ഫ്ലവേഴ്സിന്റെ സ്റ്റിക്കർ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് ഹാൻഡ് മെയ്ഡ് വാഷി ടൈപ്പ് ഉണ്ടാക്കുക. ഞാൻ ഇടയ്ക്ക് നെയിൽ ചെയ്യുന്ന വീഡിയോ ഇട്ടു. അപ്പോൾ അത് കണ്ടിട്ട് ഒരു കുട്ടിയാണെങ്കിൽ ഒട്ടും കൊള്ളൂലെന്ന് കമന്റ് ചെയ്തിട്ട് ഞാൻ അത് വെച്ച് പിന്നെയും ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സിന്റെ താഴെ വന്നിട്ട് ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തു. അത് ചുമ്മയാണ് പറയുന്നത്. ചേച്ചി കൊള്ളാം, സൂപ്പറാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ ഈ കമന്റ് കണ്ടോ? ഈ കമന്റ് എല്ലാം ഇട്ടിരിക്കുന്നത് ദർശന എന്ന് പറയുന്ന കുട്ടിയാണ്. സത്യം പറയല്ലോ, ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല ഇങ്ങനെ ഒരു മെസ്സേജ് ഹായ് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിരുന്നു. ഞാൻ കണ്ടതേ ഇല്ല. ആ കുട്ടി എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയാണ്. ചേച്ചി നന്നായിട്ടാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത്, ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് ഹായ് പറയൂ, അങ്ങനെ കുറേ മെസ്സേജ്. എനിക്കിതിലൊന്നും ഒരു കാര്യം മനസ്സിലായത്, നമ്മളൊരു കണ്ടന്റ് ക്രിയേഷനായിട്ട് ഇറങ്ങിയാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ അറിഞ്ഞൂടാത്തവർ മാത്രമേ കാണത്തുള്ളൂ. എനിക്കിവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അവരെല്ലാവരും എന്നെ ദിനം ദിനം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മളെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില കുട്ടികളുണ്ട്. എനിക്കെന്നും കമന്റ് ഇടും. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു ഷോർട്സ് ഇട്ട് എന്നെ അറിയാവുന്നവരായിട്ട് ഒരു 5 പേര് അല്ലെങ്കിൽ ഒരു 6 പേര് കമന്റ് ഇടുന്നുള്ളൂ. ബാക്കി ആരും ഇടാറില്ല. കുഴപ്പമില്ല, എനിക്കതിൽ വിഷമമൊന്നുമില്ല. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കുട്ടികളെ ഡെസ്ക് ഡെക്കോർ ചെയ്യോ, വാൾ ഡെക്കോർ ചെയ്യോ, ക്ലേ വെച്ച് എന്തെങ്കിലും ചെയ്യോ, ജേണൽ ചെയ്യോ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാം. സത്യം പറഞ്ഞാൽ അങ്ങനെ കമന്റ് വന്നാൽ എനിക്ക് എളുപ്പമാണ്. അല്ലെങ്കിൽ ഇന്ന് ഏത് ക്രാഫ്റ്റ് ചെയ്യും, ഇന്ന് ഏത് അപ്ലോഡ് ചെയ്യാം, എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് സമയം കളയും. പക്ഷേ ഇങ്ങനെ കമന്റ് വരുമ്പോൾ നമുക്ക് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ മതിയല്ലോ. സോ ഇനിയും കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യാം. വാ തോരാതെ സംസാരിച്ച് നമ്മളുടെ ഇതാ രണ്ടാമത്തെ ജേണൽ സപ്ലൈസിലെ വാഷി ടേപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. അതും ഹാൻഡ് മെയ്ഡ്, നോട്ട് ദ പോയിന്റ്. ഇവിടെ എത്ര എണ്ണം കിട്ടിയെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? വെറും ഒരു A4 സൈസ് പേപ്പർ മതി നമുക്കിവിടെ ഒരുപാട് വാഷി ടേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഗ്രിഡ് ലൈൻസ് വരുന്ന ആ വാഷി ടേപ്പാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യുക. ഇനി ഉണ്ടാക്കാൻ പോകുന്ന ജേണൽ സപ്ലൈസ് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് അടിക്കും. ഇവളെന്തോന്നത് കാർഡ്ബോർഡ് വെച്ചിട്ട് ഇത് എന്താ ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്നത്? ഇത് ഞാൻ ഉണ്ടാക്കുന്നത് അച്ചാണ്. കാരണം എന്താണെന്നറിയാം, നമ്മൾ ജേണൽ ചെയ്യുമ്പോൾ വിൻറ്റേജ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഞാനിവിടെ പ്രാവിന്റെ മോഡലിലെ ഒരു അച്ചും പിന്നെ ഇലയിന്റെ ഷേപ്പിലുള്ള ഒരു അച്ചുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ കൂടുതലായിട്ട് ഈസി എന്ന് തോന്നുന്നത് നിങ്ങൾ അത് ചെയ്തെടുക്കുക. ഒരു 2-3 കാർഡ്ബോർഡ് ഈക്വലായിട്ട് വെട്ടിയെടുത്തിട്ട് അതിനെ മേലിൽ ഒട്ടിച്ചിട്ട് അതിനൊന്ന് കവർ ചെയ്തിട്ട് കട്ടിയുള്ള ഷീറ്റ് എന്തെങ്കിലും എടുത്ത് അതിൽ എന്തെങ്കിലും ഒരു മോഡൽ വരയ്ക്കുക. പിന്നെ ഇതിന്റെ പുറത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. കട്ടിയുള്ള പേപ്പർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ മിനുക്കുള്ള ഭാഗം വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. അതിന്റെ പ്ലെയിൻ സർഫസ് ഞാൻ അതിനെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് കണ്ടു നോക്കുക. ജേണൽ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണിത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവൾ എന്താ ഗീവവേന്റെ ഗിഫ്റ്റ് ഒന്നും കാണിക്കാത്തയിടാൻ മറന്നിട്ടില്ല. ഇതുകൂടെ ചെയ്തിട്ട് ഞാൻ ഉറപ്പായിട്ട് കാണിച്ചു. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നമ്മൾ 3 ജേണൽ സപ്ലൈസ് ആയിട്ടുണ്ട്. കുട്ടികൾ പറഞ്ഞ ഒരുപാട് ഡ്രോയിങ് ഒക്കെ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അത് ഞാൻ ഒന്നൊന്നായിട്ട് വരയ്ക്കുന്നതാണ്. എൻ്റെ ഓർമ്മയിൽ മുയല്, ബ്ലൂബെറി, സ്ട്രോബെറി അങ്ങനെ എന്തോ കുറേയൊക്കെ ഉണ്ട്. ഞാൻ ഒരു അരുവേന്ന് വരയ്ക്കാം. ഞാനിങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നുന്നെങ്കിൽ ജസ്റ്റ് കമന്റ് പറഞ്ഞാൽ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ തൊട്ട് മ്യൂസിക് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഞാൻ ഈ ജേണൽ സപ്ലൈസിൻ്റെ മ്യൂസിക് ആഡ് ചെയ്തിടാനാണ് വിചാരിച്ചത്. പക്ഷേ ഗീവവേന്റെ കാര്യം പറയണമല്ലോ, അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്ലിറ്റർ ഫോം ഷീറ്റിന്റെ ഗ്ലിറ്റർ വരുന്ന ഭാഗത്താണ് ഞാൻ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. മറ്റേ പ്ലെയിൻ സർഫസിൽ പെയിന്റ് തേച്ച് അടിക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രാവിന്റെ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ കോപ്പി അടിച്ചത് തന്നെയാണ്. നമ്മുടെ ഡവ് സോപ്പിന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി അടിച്ചെങ്കിൽ എന്താ വർക്കൗട്ട് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. പൂവിന്റെ വരയ്ക്കാം, ലവ് ചിഹ്നം വരയ്ക്കാം, സ്റ്റാർ വരയ്ക്കാം. ലവ് ചിഹ്നവും പൂവും ഒക്കെ വരച്ച് ബോറടിച്ചത്. അതാണ് ഞാൻ ഒരു വെറൈറ്റിക്ക് പ്രാവ് വരച്ചത്. ഇനി ഞാൻ ഗീവവേന്റെ ഡേറ്റ് പറയാം. ഫെബ്രുവരി 28, അതായത് ഈ മാസം 28-നായിരിക്കും ഞാൻ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുന്നത് ആർക്കാണെന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എത്രയും വേഗം കമന്റ് ഒക്കെ ഇട്ടു. എന്തായാലും മാർച്ചൊക്കെ നിങ്ങൾ ഫൈനൽ എക്സാമിന്റെ തിരക്കായിരിക്കും. അതിന് മുന്നേ ഞാൻ എന്തായാലും ഗീവവേ അനൗൺസ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ഗിഫ്റ്റ് കണ്ടാലോ? നിങ്ങൾക്ക് വരച്ച് കളിക്കാനായിട്ട്
കാണിക്കാനായിട്ട് ഒരു ബുക്ക്, ബാഗിൽ തൂക്കിയിട്ട് ഷോ കാണിക്കാൻ ഒരു കീച്ചെയിൻ, നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പെന്ന്, നിങ്ങളുടെ ഫേവറായിട്ട് ഒരു സ്റ്റിക്കർ. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഒരുപാട് സ്നേഹത്തോടെ തരുന്ന ഗിഫ്റ്റാണ്. ഇത്രയും ചെറുതായി പോയല്ലോ ചേച്ചി, ഇത് കൊള്ളത്തില്ല അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേ. പിന്നെ ഞാൻ ഇവിടെ ഒരാൾക്ക് മാത്രമേ ഗീവ് അവേ കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്നറിയോടാ, നമ്മുടെ ചാനലിൽ ഒരുപാട് കമന്റ് ഒന്നും വരത്തില്ല, എനിക്ക് ഉറപ്പുണ്ട്. അഥവാ നമുക്ക് കമന്റ് വരികയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. എന്തായാലും തൽക്കാലം ഇപ്പോൾ ഒരാൾക്ക് മാത്രമേ ഞാൻ ഗീവ് അവേ കൊടുക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് നിങ്ങൾ കമന്റ് ഒന്നും ഇടാതിരിക്കേണ്ട. ഭാഗ്യ പരീക്ഷണമല്ലേ, ആർക്ക് വേണോ കിട്ടാം. കുറച്ച് കുട്ടികൾ എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ കമന്റ് ഇടുക. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ അടുത്ത് എപ്പോഴെങ്കിലും കിട്ടും. 2000 സബ്സ്ക്രൈബേഴ്സ് ആയ നമുക്ക് അടുത്തൊരു ഗീവ് അവേ ചെയ്യാം. അതിനെന്തായാലും ബുക്കും പേനയും പെൻസിലും ഒന്നും ഞാൻ തരുന്നില്ല. അതിന് കുറച്ച് ക്യൂട്ടായിട്ടൊരു ഐറ്റം ഞാൻ ഇപ്പോഴേ വാങ്ങി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരണോ? കാണിച്ചു തരത്തില്ല. ഫസ്റ്റ് ഗീവ് അവേ എന്തായാലും ഒരു കുട്ടിക്ക് കിട്ടട്ടെ. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് രണ്ടാമത്തെ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എല്ലാവരും അല്ല, ചില കുട്ടികളെങ്കിലും വിചാരിക്കുന്നതായിരിക്കും ഇത് ഇവിടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നതെന്ന്. ഒരിക്കലും അല്ല. എന്നെ ഇത്രയും കുട്ടികൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒരുപാട് കമന്റ് ഇടുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു കടമയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എന്നാലും എൻ്റെ വീഡിയോസിൽ കമന്റ് ഇടുന്ന ഒരു സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. കാരണം അവർ മെനക്കെട്ടിരുന്ന് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്, അവർക്കല്ലേ കിട്ടേണ്ടത്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഗീവ് അവേ ഗിഫ്റ്റ് കാണിച്ചു, ഡേറ്റ് പറഞ്ഞു, ഗീവ് അവേ എൻ്റെ റൂളും പറഞ്ഞു. അപ്പോൾ നമുക്കിനി ജേണൽ സപ്ലൈസിലോട്ട് തിരിച്ചു വരാം. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു സാധനമാണ് ഗ്രിഡ് പേപ്പർ. ഞാനിവിടെ ജേണൽ സപ്ലൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 5 A4 സൈസ് ഷീറ്റ് പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇനിയും ജേണൽ സപ്ലൈസ് ചെയ്യണം. പക്ഷേ ഇനിയും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നീണ്ടുപോകും. അത്രയും നേരം ഒന്നും എൻ്റെ വീഡിയോ കാണാനൊന്നും ആരുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഗ്രിഡ് പേപ്പറും പിന്നെ ഒരു സിമ്പിളായിട്ട് ഒരു ജേണൽ ബുക്ക് കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ജേണൽ ബുക്ക് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഞാനിവിടെ സിമ്പിളായിട്ടൊരു ജേണൽ ബുക്കാണ് ചെയ്യുന്നത്. സാധാ ഉണ്ടാക്കുന്നത് പോലെ പേപ്പറെല്ലാം മടക്കി വെച്ചിട്ട് പശ തേച്ച് ഒട്ടിച്ചതിന് ശേഷം ചട്ടയിട്ട് എടുക്കുന്നുണ്ട്. സിമ്പിൾ എന്ന് പറഞ്ഞ് തീരെ സിമ്പിൾ അങ്ങ് ആക്കിയില്ല. ഞാൻ ചട്ടയിൽ എൻ്റെ കലാവിരുതെല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. ഇത്തവണയെങ്കിലും പിങ്കിലൊന്നൊരു മാറ്റം വേണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നെ ഈ പിങ്കിൽ തന്നെ വന്ന് നിന്നു. നിങ്ങൾ തന്നെ ഇവിടെ ഒന്ന് നോക്ക്. ഞാൻ പിങ്ക് ചാർട്ടാണ് ആദ്യം കവർ ചെയ്തത്. എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ A4 സൈസ് ഷീറ്റ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇനി ഞാൻ ടെസ്റ്റ് അതിൻ്റെ പുറത്തൂടെ ഞാൻ പിങ്ക് പെയിന്റ് അടിച്ചു കൊടുത്ത്. എനിക്ക് എന്താകും ഇങ്ങനെയാണ് ഓർത്തത്. എന്നാൽ പിന്നെ ചാർട്ടങ്ങ് വെച്ചിരുന്ന പോരായിരുന്നോ? എന്നാലും അവിടെ ഞാനൊരു ഗ്രിഡ് കൊടുത്തു. എന്നിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് വെള്ള പെയിന്റ് കൂടെ അടിച്ചു കൊടുത്തു. ക്യൂട്ട് പോരാ എന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ ഇതാ നമ്മുടെ ബുക്ക് ഇവിടെ റെഡി ആയി. 6 ജേണൽ സപ്ലൈസ് ഉണ്ടാക്കി, ഒരു കുഞ്ഞ് ജേണൽ ബുക്ക് ഉണ്ടാക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. കമന്റ് ഇടുന്ന ഒരാളിൽ നിന്നായിരിക്കും ഞാൻ ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 28-നായിരിക്കും ഞാൻ അനൗൺസ് ചെയ്യുന്നത് ആരാണ് വിന്നർ എന്ന്. സോ എല്ലാവരും കമന്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെയൊക്കെ അയച്ചു കൊടുക്കുക. അവർക്കും ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഇതിൽ കൂടുതലും വാഷി ടേപ്പാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ റെയിൻ ഡ്രോപ്പ്.